നിങ്ങൾ ഈ ന്യൂസ് ഒന്ന് കേൾക്ക്. തിരുവനന്തപുരത്തും ബംഗളൂരുവിലുമായി ഇവർ മാസങ്ങളായി ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. യുവാവുമായുള്ള ബന്ധം തുടരുന്നതിനിടെ വീട്ടമ്മ വിദേശത്തുള്ള ഭർത്താവിന് സന്ദേശം അയച്ചത് യുവാവ് കണ്ടെത്തിയതോടെ പ്രശ്നമായി. വിവാഹിതയാണെന്നും 30 വയസ്സുണ്ടെന്നും മറച്ചുവെച്ചെന്നായി അനുജിത്തിന്റെ പരാതി. ഇക്കാര്യങ്ങളെല്ലാം അനുജിത്ത് വീട്ടമ്മയുടെ ഭർത്താവിനെ അറിയിച്ചതോടെ ഭർത്താവ് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അനുജിത്തും കുടുങ്ങിയത്. തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അനുജിത്ത് മാസങ്ങളോളം കൂടെ താമസിപ്പിച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. പരാതിയിൽ കടക്കൽ പോലീസ് അനുജിത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സത്യത്തിൽ ഇതിനകത്ത് ആരാ യഥാർത്ഥ പ്രതി? എല്ലാം മറച്ചു വെച്ച് വേറൊരാളുടെ കൂടെ ജീവിച്ച ആ യുവതിയാണോ, അതോ ഗൾഫിൽ ചതിക്കപ്പെട്ട ഭർത്താവാണോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആ സ്ത്രീയോടൊപ്പം ജീവിച്ച പയ്യനാണോ? എന്തായാലും ഒരു ന്യൂസിൽ പറയുന്ന വെച്ചിട്ട് തെറ്റ് മുഴുവൻ ആ യുവതിയുടെ പേരിലാണ്. പക്ഷെ അവിടെ വലിച്ചു കയറി ഒട്ടിച്ചത് ആ പയ്യന്റെ ജീവിതം. ആ പയ്യന്റെ മേൽവിലാസം, പേര്, ഫോട്ടോ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പക്ഷെ ആ സ്ത്രീ അല്ലെങ്കിൽ ആ യുവതിയുടെ എന്തേലും ഒരു അവിടെ പറയുന്നുണ്ടോ? യുവതി 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 അതിൻ്റെ അഡ്രസ്സ് പോലും പറയത്തില്ല. എന്ത് നിയമമാണ്? ആ പയ്യനാണോ ശരിക്കും തെറ്റുകാരൻ? ആ പയ്യനോട് എന്തേലും ഡീറ്റെയിൽസ് ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? താൻ കല്യാണം കഴിച്ചതാണോ അല്ലയോ, അല്ലെങ്കിൽ തനിക്ക് ഇത്ര വയസ്സുണ്ട്, തനിക്ക് ഭർത്താവുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ലായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ആ പയ്യൻ എന്തിനാ ഭർത്താവിന് ഈ കാര്യം അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു എന്ന പേരിൽ ഭർത്താവിനെ എല്ലാം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ പയ്യന്? ഇല്ല, പയ്യന് രഹസ്യമായി ബന്ധം തുടരായിരുന്നു. അവനത് ചെയ്തില്ല. അവൻ എന്തൊക്കെ നടന്ന കാര്യങ്ങൾ അത് ഭർത്താവിനെ അറിയിച്ചു. ഭർത്താവിന് ഇഷ്ടപ്പെട്ടു. ഭർത്താവ് ഡൈവേഴ്സിന് അപേക്ഷിച്ചു. താൻ പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ആ യുവതി തനി നിറം പുറത്തെടുത്തു. തനിക്കെതിരെ എന്തേലും ആപത്ത് വരുമെന്ന് പേടിച്ച് ആ പയ്യനെതിരെ കൊണ്ട് കേസ് കൊടുത്തു. വിവാഹ വാഗ്ദാനം പീഡിപ്പിച്ചു. 1.5 വർഷം കഴിഞ്ഞിട്ടാണോ ഇത് പീഡനമെന്ന് മനസ്സിലായത്? വിവാഹ വാഗ്ദാനം തൻ്റെ ഭർത്താവ് അറിഞ്ഞപ്പോഴാണോ ഈ ഇത് പീഡനമായത്? പക്ഷെ എന്തായാലും മീഡിയ ആണെങ്കിലും പോലീസ് ആണെങ്കിലും 2 പക്ഷവും കേൾക്കണമായിരുന്നു. 2 പേരുടെയും കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. ഇത് ആ പയ്യന്റെ ജീവിതം പോയില്ല. അവനിനി ഒരു ജീവിതമുണ്ടോ? ഇല്ല.